Question number 4. A proton moving with a constant velocity passes through a region of space without any change in its velocity. Velocity constant ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകുന്നു. എന്താ സ്പേസിന്റെ പ്രത്യേകത? ഇഫ് ഇ ആൻഡ് ബി റെപ്രസെന്റ്സ് ദ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് റെസ്പെക്റ്റീവ്ലി, ദെൻ ദ റീജിയൻ ഓഫ് സ്പേസ് മേ ബി. ഓക്കെ, അപ്പൊ നോക്കൂ, ആ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാം, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാം. ആ ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്ക് നോക്കാം. പക്ഷേ ഒരു കണ്ടീഷനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ദ പ്രോട്ടോൺ എന്താണ്? ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. വെലോസിറ്റിയിൽ മാറ്റില്ല എന്ന് പറഞ്ഞത് സ്പീഡും അല്ല. എന്ന് വെച്ചാൽ സ്പീഡും ഡിറക്ഷനും ഒക്കെ കോൺസ്റ്റന്റ് ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ ഒരു സിറ്റുവേഷൻ അവിടെ പറ്റുമോ? ഇ സീക്വൽ ടു 0, ബി സീക്വൽ ടു 0. ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ നോക്കൂ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്? എഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ ആണ്. ക്യൂ ഇൻറ്റു ഇ. ദെൻ എഫ് മാഗ്നറ്റിക് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഓക്കെ, അപ്പോൾ ഇ 0 ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇല്ല. ക്ലിയർ? ഓക്കെ. ബി 0 ആണെങ്കിൽ, ഇയാൾ 0 ആണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സും അവിടെ ഇല്ല. ദാറ്റ് മീൻസ് ആ ബോഡി അല്ലെങ്കിൽ ആ പാർട്ടിക്കിള് അതേ ഏത് വെലോസിറ്റി ആണോ പാർട്ടിക്കിളിനുള്ളത് അതേ വെലോസിറ്റിയിൽ അത് തുടരും എന്നർത്ഥം. അപ്പൊ ദിസ് ഈസ് ഓക്കെ. അപ്പൊ ഇതൊരു പോസിബിൾ റിസൾട്ട് ആണ്. അങ്ങനെ ആവാം. അടുത്തത് ഇ 0 ആകുമ്പോൾ ഇതില്ല. ദെൻ ബി നോട്ട് ഈക്വൽ ടു 0. ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് പറ്റും. നോക്കാം നമുക്ക്. ബി പ്രോട്ടോൺ ആണ്. ദിസ് ഈസ് പ്രോട്ടോൺ. അപ്പൊ ചാർജ് ഉണ്ട്, കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെന്നാണ് പറഞ്ഞത്. ബി ഓക്കെ, യെസ്. നോക്കി, ഇവിടെ പോസിബിലിറ്റി ഉണ്ടോ? ഉണ്ട്. കാരണം എന്താ? മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡിറക്ഷനിലാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ, വിക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ എന്താണ്? ബിക്കും ബിക്കും ഇടയിലുള്ള ആംഗിള് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വി ക്രോസ് ബി എന്ന് പറയുമ്പോൾ വി ബി സൈൻ 0 എന്ന് നമുക്ക് കിട്ടും. അപ്പോഴും നോക്കൂ, മാഗ്നറ്റിക് ഫോഴ്സ് 0 ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ആവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട്. ഏതാണ് സാധ്യത? ഫീൽഡിന്റെ അതേ ഡിറക്ഷനിലാണ് പ്രോട്ടോൺ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ മുകളിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ദിസ് ഈസ് ആൾസോ എ പോസിബിൾ സിറ്റുവേഷൻ. Now what about the third case? E not equal to 0. E not equal to 0 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ബി ഈക്വൽ ടു 0. അപ്പോൾ ഇയാളില്ല, ഇത് ഒഴിവാക്കി. ഇയാൾ ഉണ്ടെങ്കിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ ആയിരിക്കോ, വെലോസിറ്റിയിലായിരിക്കോ പോവുക? അല്ല, കാരണം ആക്സലറേറ്റഡ് ചാർജഡ് പാർട്ടിക്കിൾ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഒരു പോസിബിൾ കേസ് അല്ല. കാരണം ഇലക്ട്രിക് ഫീൽഡ് നോൺ സീറോ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ മുകളിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തിരിക്കും. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ഫോർത്ത് കേസ്? ഇ നോട്ട് ഈക്വൽ ടു 0, ബി നോട്ട് ഈക്വൽ ടു 0. യെസ്, അതൊരു പോസിബിലിറ്റിയാണ്. നമ്മൾ വെലോസിറ്റി സെലക്ടർ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? വെലോസിറ്റി സെലക്ടറിൽ വി സി ഈക്വൽ ടു ഇ ബൈ ബി. അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അവിടെ നിങ്ങൾ പെർപെൻഡിക്കുലർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. മാത്രല്ല, ചാർജ്ഡ് പാർട്ടിക്കിൾ മസ്റ്റ് എൻറ്റർ ദ റീജിയൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇ ബൈ ബി ഈക്വൽ ടു വി ആക്കി ചെയ്തു കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് വെലോസിറ്റിയിൽ ഒരു മാറ്റവും ഇല്ലാതെ മുന്നോട്ട് പോകും. അതിനെ നമ്മൾ വെലോസിറ്റി സെലക്ടർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു പോസിബിൾ സിറ്റുവേഷൻ ആണ്. അപ്പോൾ ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. എ ഓക്കെ, ബി ഓക്കെ, സി നോ. A, C, D, no. A, B, D. Option 3 is the correct answer. Option 3 is correct.